ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാൻ ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. നല്ല മൊഞ്ചുള്ള വാഞ്ചോ പുഡിങ്. അപ്പോൾ വാഞ്ചോ കേക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ വാഞ്ചോ പുഡിങ്ങാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വാഞ്ചോ പുഡിങ് ഉണ്ടാക്കുന്നതിന് കുറച്ച് സമയമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വാഞ്ചോ പുഡിങ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഫ്രഷ് ക്രീമാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഒരു 3/4 ടിന്നോളം ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നമുക്ക് വൈറ്റ് ഗണാഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഫ്രഷ് ക്രീം ഞാൻ ഡബിൾ ബോയിൽ ചെയ്തേക്കാണ്. അപ്പം അതിലേക്ക് ഞാൻ ഒരു ബാറോളം വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പം നമ്മൾക്ക് ഗ്രേറ്റ് ചെയ്തിടുവാണെങ്കിൽ വേഗം തന്നെ അലിഞ്ഞ് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടിട്ടില്ല. അപ്പം നമ്മൾക്ക് ഡബിൾ ബോയിലിങ്ങിലൂടെ ആകുമ്പോഴത്തേക്കും കരിയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ബട്ടറാണ്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ അത് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യട്ടെ. മെൽറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളുടെ വൈറ്റ് ഗണാഷയാണ്. വൈറ്റ് ഗണാഷോ നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഞാൻ ആ ഒരു സെയിം പാനിൽ തന്നെ ഒരു 1/2 ടിന്നോളം ഫ്രഷ് ക്രീം തന്നെ ഇട്ടിട്ടുണ്ട്. ഡാർക്ക് ഗണാഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രഷ് ക്രീം ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മെൽറ്റ് ആയതിലേക്ക് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടി നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ സെയിം പ്രോസസ്സ് തന്നെയാണ് 30 ഗ്രാമോളം ബട്ടർ കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ബട്ടർ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ബട്ടർ കൂടി ഇടുന്നത്. അപ്പോൾ സെയിം ആയിട്ട് 30 ഗ്രാമോളം ബട്ടർ നമ്മൾ ഇട്ട് കൊടുത്താൽ 1/2 ടിന്നോളം ഫ്രഷ് ക്രീമും ഒരു ബാറോളം ചോക്ലേറ്റും അതുപോലെ തന്നെ 30 ഗ്രാമോളം ബട്ടർ കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ല ഗ്ലേസിങ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഞാൻ ആ പാനിൽ തന്നെ എടുത്ത് പാലാണ്, ഒരു 3 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ സ്റ്റൗ. അതിലേക്ക് നമ്മൾ 1/2 ടിന്നോളം കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇവിടെ ഉണ്ടാക്കിയ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഐക്കാർഡിലിടാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടാം കേട്ടോ. ഇനി ഞാനൊരു 8 ടേബിൾ സ്പൂണോളം ഷുഗർ എടുത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം കേട്ടോ. 8-10 ടേബിൾ സ്പൂണോളം നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് തിളക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ സമയത്ത് ഞാൻ നമ്മളുടെ അഗ്രഗാറാണ്, ചൈന ഗ്രാസോ അഗ്രഗാറോ എന്താണെന്ന് വെച്ചാൽ അത് 10 ഗ്രാം എടുക്കുക. അത് വെള്ളത്തിലൊന്ന് കുതിർത്തിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരടുപ്പിലേക്ക് വെക്കാം. പാല് തിളക്കുന്നതിന് മുൻപായിട്ട് നമുക്കിത് വെക്കാം. അപ്പോൾ ഒരു അടുപ്പിൽ വെക്കാം. അപ്പം നമ്മളുടെ പാല് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് പൊങ്ങി പോകാതിരിക്കാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പാൽ ഇതുപോലെ തിളച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ അഗരഗാർ ഉണ്ടല്ലോ അതൊന്ന് ആയതിനു ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ അഗരഗാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിത് 2 പോർഷൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ മിക്സ് ഞാൻ 2 പോർഷൻ ആക്കിയിട്ടുണ്ട്. ഒരു പോർഷനിൽ നമുക്ക് ഡാർക്കും ഒരെണ്ണത്തിൽ വൈറ്റും വേണം. അപ്പോൾ ഞാൻ വൈറ്റിൻ്റെ മാറ്റി വെച്ചു. ഡാർക്കിലേക്ക് ഞാൻ ചോക്ലേറ്റ് തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഒരു 2 കട്ടയോളം ചോക്ലേറ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കളറ് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇടാം കേട്ടോ. ഇനി ഞാൻ ഒരു ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊക്കോ പൗഡറും ചോക്ലേറ്റും രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ. അപ്പോൾ നമ്മളുടെ ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് അരിച്ചൊഴിക്കണം. അഗരഗാറൊക്കെ കലങ്ങാത്തുണ്ടെങ്കിൽ അരിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ അരിച്ചൊഴിച്ച മിക്സ് ഞാനിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ബൗളിൽ വെച്ചു. അതൊരു 10 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ സെറ്റായി. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ടോ എന്താ നട്ട്സുകളുള്ളതെന്ന് വെച്ചാൽ അതൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് സെറ്റാകാനായിട്ട് ഒന്നുകൂടി വെക്കുക. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ വൈറ്റ് കളറിലുള്ള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും അരിച്ചത് തന്നെയാണ് കേട്ടോ. അതുകൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അതൊന്ന് സെറ്റാകാൻ വെച്ച് അത് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണ്ടത് വൈറ്റ് ഗണാഷോയാണ് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ വൈറ്റ് ഗണാഷോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
അപ്പം ഇത്രയും വൈറ്റ് ഗണാശ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ആക്കി എല്ലാ വശങ്ങളിലേക്കും നീക്കി വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സ്പൂൺ കൊണ്ട് ഇതാക്കാം കേട്ടോ. ഇനി ഞാൻ ഡാർക്ക് ഗണാശോ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗിൽ നിന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പം ഇതുപോലെ നമുക്കൊന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം എൻ്റെ പൈപ്പിംഗ് ബാഗ് ഞാൻ ഉണ്ടാക്കിയതാണ്. അതൊന്ന് ചെറിയൊരു പ്രോബ്ലം വന്നു. അതിൻ്റെ ഇടയിൽ കൂടി ലീക്കായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതനുസരിച്ച് വലിച്ചു കൊടുക്കുകയാണ്. അപ്പം പേടിച്ച് വലിച്ചു കൊടുത്തത് കൊണ്ടാണ് എന്തോ ഒരു മിസ്റ്റേക്കിൽ വന്നത് കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ നീളത്തിൽ ഇതുപോലെ തന്നെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്യാനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതുപോലെ നീളത്തിൽ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തു. ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പം എൻ്റെ പൈപ്പിംഗ് ബാഗ് പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടായത്. എന്നാലും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു, കറക്റ്റായിട്ട് ഇട്ടു. ഇടയ്ക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊരു പ്രശ്നം വന്നിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത് കൊണ്ട് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് വലിച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് നീളത്തിൽ നമുക്ക് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പൂവ് പോലെയോ അങ്ങനെ എന്തൊക്കെ വേണം, ഫ്ലവർ എല്ലാ ഡിസൈൻസും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതിന് ശേഷം നമുക്കൊരു ടൂത്ത് പിക്കോ അതല്ലാന്നെങ്കിൽ സ്ക്വയർ കൊണ്ടോ നമുക്ക് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ആകാത്ത സ്ഥലത്തൊക്കെ ഒന്ന് ആയതാണ് കേട്ടോ. അപ്പം ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഞാനൊരു സ്ക്വയർ എടുത്തു. ആ സ്ക്വയറിൽ നിന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്തേക്കാണ്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇതുപോലെ വലിച്ചു കൊടുത്തേക്കാണ്. അപ്പോൾ ഒരു ഭംഗിക്കൊരു ഡിസൈൻ കിട്ടും. അപ്പം നമ്മളുടെ തിക്കായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. നേരിയതായിട്ട് വന്നാൽ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും. പക്ഷെ എൻ്റെ പൈപ്പിംഗ് ബാഗ് പണി ഉണ്ടാക്കിയത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വന്നത്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിനെ നമ്മൾക്ക് ഒരു 4-5 മണിക്കൂറോളം നമ്മൾക്ക് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു വാഞ്ചോ പുഡിംഗ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം ഞാനിതൊന്ന് സെർവ് ചെയ്തു. ഇതിന് പീസായിട്ട് ഞാൻ മുറിച്ച് വെച്ചു. അപ്പോൾ 2 ലെയർ ആയിട്ടുള്ള പുഡിങ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിടുക. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.